ഈ തള്ളേനോട് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകൂല. ഇക്ക പോണ സമയത്ത് തന്നെ വൈര് ഒരു ചൂരും ഇപ്പൊ തരാം. മുത്തടിച്ചേരാൻ കണ്ട സമയം ദയവ് ചെയ്ത ചൂല് കൊണ്ട് അപ്പുറത്തേക്ക് ഇറങ്ങി പോകത്തള്ളേ. ഇക്കൊന്ന് പോട്ടെ ഇവിടുന്ന്. കുമോളെ ഇജെവിടെ? ഞാൻ ഇറങ്ങട്ടോ. ഇക്ക ഞാൻ അതവിടെ ഉണ്ട്. ഇത് കണ്ടില്ലിക്ക, ഈ ഉമ്മേ എന്റെ കണ്ണ് പഠിച്ച് മുറ്റടിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ആ ചൂല് വാങ്ങിയേക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഇങ്ങോട്ട് നോക്കിയേ. എന്താ ഇമ്മാത്? നിങ്ങക്ക് സുഖമില്ലാതൊക്കെ അല്ലേ? ആ തല കറങ്ങിയിടലും വിഗൂലേ? ഇവിടെ അടങ്ങിയടങ്ങി ഒരു പാത്ത് കുത്തിനൂടെ? എടാ, എത്രയെന്ന് കരുതിയിട്ട് അങ്ങനെ ഇരുന്നും കടന്നും നേരം കഴിക്കണത്. ഇങ്ങനെ വെറുതെ ഇരുന്നാൽ തന്നെ ഇല്ലാത്ത ഓരോ സൂക്കട് ഉണ്ടാകുകയേ ചെയ്യുള്ളൂ. വെക്കണ ഓരോ പണിയൊക്കെ അല്ലേ എടുക്കാൻ വയ്ക്കുള്ളൂ. അതൊന്നും ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങൾ ആരോഗ്യസ്ഥിതി ഇപ്പൊ വളരെ മോശമാണ്. ഇപ്പൊ നിങ്ങൾ ഔത്തേക്ക് ചെല്ലി മാറുമ്പോ എത്താ ചെയ്യാ. പൂമോളെ, ഇമ്മാനെ ഔത്തേക്ക് കൊണ്ടേക്കാ. ഞാൻ നോക്കിക്കോളേക്കാ, നിങ്ങൾ പൊയ്ക്കോളി, നേരം വയ്ക്കണ്ട. ഈ വേദി ഇങ്ങനെ കൊള്ളണ്ട. അത് പോയി കഴിയാ. പിന്നെ മതി മകനി നോക്കി നിന്നത്. ഒന്ന് മുറ്റടിച്ചു എന്ന് വിചാരിച്ചേ തല കറങ്ങി വീണ് മരിച്ചു പോകുമൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ടേ അപ്പുറത്തുനിന്ന് കുറച്ച് ഓലയും മടലൊക്കെ അതൊക്കെ ഒന്ന് വെട്ടിയാ വീതിനെ ചൊട്ടിക്ക് വെച്ചേരി. എന്റെ കയ്യിൽ എന്താണ് അവന്ന് നല്ല സുഖമൊന്നുമില്ല. വേഗം വേണം. അത് ശരി, ഈ 2 വർഗം വെട്ടിപ്പോക്കിന് കുഴങ്ങി ഇരുന്നും ചെയ്തോ? വെറുതെ ഇങ്ങനെ തിന്നും കുടിച്ചും ഇരുന്നിട്ട് തന്നെയാണ് ഇല്ലാത്ത സൂക്കടൊക്കെ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞെങ്കിലേ കുറച്ച് പാത്രം കൂടി ഉണ്ട് കഴുകാന്, അതും കൂടി ഒന്ന് കഴുകി വെക്കണം. ഞാൻ അവിടെ ഇരുന്നിട്ട് വരുന്നവരും പോണവരും ഒക്കെ കാണാൻ വേണ്ടിട്ടാവും പരസ്യത്തിന് അവിടെ ഇരിക്കുന്നത്. അതല്ല പൂമോളെ, തലക്ക് എന്തോ ഒരു കനം. രാവിലെ കുടിക്കള ഗുളികണ്ട പെട്ടിയില്, അതൊന്ന് എടുത്തട്ടിക്ക. അത് ശരി, ഇവിടെ എത്തിയാ ഇല്ലാത്ത നോണത്തി സൂക്കട ഒക്കെ ഉണ്ടാകും നിങ്ങക്ക്. മകളടുത്ത് 1-2 ആഴ്ച പോയി നിന്നല്ലോ, അന്ന് ഈ സൂക്കടൊന്നും കണ്ടില്ലല്ലോ. നല്ല മിടുക്കത്തിയായിരുന്നല്ലോ. പണിയെടുത്ത് കൊഴങ്ങി തോലായപ്പോ മകള് മെല്ലെ ഇവിടെ കൊടുന്ന തള്ളി. ഇനി നല്ല ആരോഗ്യവതിയായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ സുഖവാസത്തിന് പോകാം അല്ലേ? പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ മകന്റെ വിളി വരും. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്തേലും പറഞ്ഞ് വിളമ്പി കൊടുത്തിട്ടുണ്ടെങ്കില് അറിയാലോ എന്റെ സ്വഭാവം.
ഒരു അഭിനയം. പറഞ്ഞ് നാകെടുത്തില്ല. ഒരു വിളി വരുന്നുണ്ട്. ഹലോ ഇക്ക, എന്തേ? ഉമ്മ എവിടെ പൂമോളെ? ഉമ്മ അവിടെ ഉണ്ട്, കിടക്കാണ്. കിടക്കേ? എന്തേ, സുഖല്ലേ? ഒരു കുഴപ്പമില്ല. കഞ്ഞിയൊക്കെ കുടിച്ചേ വെറുതെ കിടക്ക. മരുന്ന് കൊടുത്തില്ലേ? പിന്നെ മരുന്നൊക്കെ നേരത്തിന് കുടിച്ചിക്കണേ. പിന്നെ വെറുതെ കിടക്കാണ്, ഉറങ്ങിക്കണെന്ന് തോന്നണേ. ഞാൻ നീച്ചുമ്പോ പറയാ കേട്ടോ. ആയിക്കോട്ടെ. എന്നാ ശരി, വെച്ചളി. തൽക്കാലം പുന്നാര മകനെ ഇങ്ങനെ വിശ്വസിച്ചാ മതി. പിന്നെ കൊഴക്കൂച്ചിനൊക്കെ മാറിക്കണെങ്കിലേ ഈ പാത്രം കൂടെ കേൾക്കേ. ഫോണാണല്ലത്. പൂമോളെ, പൂമോളെ, എടി എന്റെ ഫോൺ ഇതാ അടിച്ചത്. എന്നിട്ട് ഫോൺ പോയത് എങ്ങനെയപ്പോ ഇത് എടുക്കലാവും? പൂമോളെ, അത് ശരി. ഞാൻ അല്ലാത്ത നേരം നോക്കിയിട്ട് ഫോൺ എടുത്ത് മകനെ വിളിച്ച് എന്റെ കുറ്റം വളമ്പി കൊടുക്കാനുള്ള പരിപാടിയൊന്നുമില്ലേ? അത് കൊറേ നേരായിട്ട് അവിടെ കടന്ന് ബെല്ലടിച്ചിരുന്നു. അത് എടുക്കാൻ അറിയാതെ നിക്കേന്നു. ആരാ നോക്ക്? ഞാൻ നോക്കിക്കൊണ്ട്. ഇമ്മാന്റെ നമ്പറാണല്ലോ. ഹലോ ഇമ്മ. ഇമ്മടെ അപ്പൊ നിങ്ങളൊക്കെ എവിടെയെന്നു? ഇനിയിപ്പൊ എന്താ കാട്ടുക? അപ്പൊ വയസ്സായതൊന്നും ഓർമ്മല്ലേ താത്ത? ഇവിടെ ഇറങ്ങി ഇക്കില്ല. ഞാൻ എങ്ങനെ എത്ര ദൂരം കഴിഞ്ഞു വരും?
എത്ത പൂമോളെ ആർക്കാ സുഖമില്ലാത്ത അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇന്നോട് എന്തിനാ പൂമോളെ ജി നേരത്തെ ദേഷ്യപ്പെടുന്നത്? വേണ്ടത് എന്താച്ചാ ചേച്ചാ നോക്ക്. പൈസ എന്തേലും വേണോ? ഉമ്മ വീണ് ഓർമ്മല്ലാതെ ഐസിയുലാണ് താത്തയാണ് വിളിച്ചത്. ഇനി എങ്ങനെ സമാധാനത്തിന് ഞാൻ അവിടെ നിൽക്കും? ഇങ്ങനെ ഇടങ്ങാറാകല്ലേ പൂമോളെ. അവിടെ എല്ലാരും ഇല്ലേ? എൻ്റെ താഴെ മേലൊക്കെ അല്ലേ ആൾക്കാര്. ഉമ്മാക്കും ഉണ്ട്, ഉപ്പാന്റെ കുടുംബത്തിലും ഉണ്ട്. ആൾക്കാരില്ലാത്ത കേടൊന്നും ഇല്ലല്ലോ. നിന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയ ആരുമില്ല. മകൾക്കും ഒന്നും വരാൻ പറ്റൂല. അണക്കാണെങ്കിൽ എന്നെ കണ്ണെടുത്ത കണ്ടൂടാ. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാനും കൂടി ആരുമില്ല. ഇച്ചാണ് ഇങ്ങനെ ഒരു ഗതി വന്നിക്കണമെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയ ഉമ്മാരെ കാലം കഴിഞ്ഞു. ഓർക്കണമ്മ, ഞാൻ ഈ ഉമ്മാനെ കഷ്ടപ്പെടുത്തിയോണ്ട് തന്നെയാവും എൻ്റെ ഉമ്മക്ക് ഈ ഒരവസ്ഥ വന്നത്. എല്ലാവരും ഉണ്ടായിട്ടും എൻ്റെ ഉമ്മക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നില്ലേ ഈ വയസ്സാം കാലത്ത്. ഒരിക്കലും ഞാൻ കഷ്ടപ്പെടുത്തൂല.